താങ്കളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു അങ്കമാലി ബൈപ്പാസ്. വലിയ പ്രഖ്യാപനമായിരുന്നു, ഒന്നും നടന്നില്ല. ഈ കാലയളവിൽ അങ്കമാലിയുടെ വികസനത്തിന് വേണ്ടി ചെയ്യാവുന്നതിന് പരമാവധി ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ടോ? നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് നടത്താൻ സാധിച്ചിട്ടില്ല. 10 വർഷമായി നമ്മൾ പ്രതിപക്ഷത്തിരിക്കുന്നു, അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി, UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ റോജി എം ജോൺ ഒരു മന്ത്രിയാകുമെന്ന്. എന്നോട് പലരും ഇത് പറയാറുണ്ട്. നമുക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, UDF അധികാരത്തിൽ വരണം. ഇപ്പോൾ റോജി MLA ആയിരുന്ന കഴിഞ്ഞ 10 വർഷക്കാലവും സംസ്ഥാനം ഭരിച്ചത് LDF സർക്കാരാണ്. അതുകൊണ്ട് താങ്കൾക്ക് എന്തെങ്കിലും പദ്ധതി നിർവഹണത്തിലോ എന്തെങ്കിലും ആശയങ്ങൾ നടപ്പിലാക്കുന്നതിലോ എന്തെങ്കിലും തടസ്സമുണ്ടായിട്ടുണ്ടോ? ഉണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് നടത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രശ്നം, വലിയ പ്രഖ്യാപനങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പുറമേ നോക്കുമ്പോൾ എന്താണ്ടൊക്കെ നടക്കുന്നു, വലിയ വികസനം നടക്കുന്നു എന്നുള്ളൊരു പ്രതീതി അതുവഴി ഉണ്ടാക്കും. പക്ഷേ പ്രായോഗിക തലത്തിൽ പലതും പ്രഖ്യാപനങ്ങളായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അങ്കമാലിയെക്കുറിച്ച് പറഞ്ഞാൽ തന്നെ ഞാൻ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകണം. ഇപ്പോൾ ഗിഫ്റ്റ് സിറ്റി നടത്തുമെന്ന് പറഞ്ഞു, 850 കോടി രൂപ സർക്കാർ കൊടുക്കുന്നു, വലിയ പ്രഖ്യാപനമായിരുന്നു. പക്ഷേ ഇതുവരെ 1 രൂപ കൊടുക്കാട്ടെ അവിടെ 1 സെൻറ്റ് ഭൂമി എടുത്തിട്ടില്ല. ഏതാണ്ട് 6-7 വർഷമായിട്ട് അവിടുത്തെ ഭൂവുടമകൾ മറ്റേ കേരളിന് കല്ലിട്ടിട്ട് ആളുകൾ ദുരിതത്തിലായതുപോലെ അവിടെ വായ്പ എടുക്കാൻ പറ്റില്ല, അവർക്ക് എന്താ പറയുക സ്ഥലം വിൽക്കാൻ പറ്റില്ല, ഒരു വിവാഹ ആവശ്യത്തിനോ വിദ്യാഭ്യാസ ആവശ്യത്തിനോ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് അവിടെ സംരംഭങ്ങൾ പോലും നിർത്തിപ്പോയ ആളുകളുണ്ട്. ഇന്ന് പൈസ കിട്ടും നാളെ കിട്ടുമെന്നും പറഞ്ഞ് അവർ നിർത്തിപ്പോയവരാണ്. എത്രയോ പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. വലിയ പ്രഖ്യാപനമായിരുന്നു, ഒന്നും നടന്നില്ല. അതുപോലെ തന്നെ എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അതിനു മുമ്പ് പറയുന്ന കാര്യമാണ്, ഇത് ശബരി റെയിൽപാത നടത്തും. ഇത്തവണയും പറഞ്ഞു. അതായത് 2021 ഇലക്ഷന് തൊട്ടു മുമ്പ് ജനുവരി മാസത്തിൽ പറഞ്ഞു ശബരി പദ്ധതിയുടെ 50% സംസ്ഥാന സർക്കാർ കിഫ്ബി വഴി കൊടുക്കുമെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ്. ഇലക്ഷൻ കഴിഞ്ഞു, ഒന്നും 1 രൂപ പോലും കൊടുത്തിട്ടില്ല. 5 വർഷം കഴിഞ്ഞത് ഇപ്പോൾ ഈ വർഷം വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ജനുവരിയിൽ പറഞ്ഞു ശബരി പദ്ധതിയുടെ 50% സർക്കാർ കൊടുക്കുമെന്ന് പറഞ്ഞു. വലിയ പ്രഖ്യാപനമാണ്, വലിയ വാർത്തയെ കുറേ പത്രങ്ങളും മാധ്യമങ്ങളൊക്കെ വലിയ വാർത്തയായിട്ട് ആഘോഷിച്ചു. ഇലക്ഷൻ വരാൻ പോവാണ്. അപ്പോൾ അത് പ്രഖ്യാപനമായിട്ട് വന്നു. അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് നടത്തുമെന്ന് പറഞ്ഞു. അത് അങ്കമാലി മുതൽ നമുക്ക് എത്രയോ എറണാകുളത്തിന് മൊത്തം ആവശ്യമായിട്ടുള്ള ഒന്നാണ്. അതായത് അങ്കമാലിയിലെ ട്രാഫിക് ബ്ലോക്ക്, ആലുവയിൽ, കളമശ്ശേരിയിൽ, എടപ്പള്ളിയിൽ അങ്ങ് പോയാൽ നമുക്ക് ബൈപ്പാസിൽ മൊത്തം ബ്ലോക്കാണ്. അതിന് പരിഹാരമാകേണ്ട അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസ് 7 വർഷമായി അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ നടക്കുന്നു, ഒന്നും നടന്നിട്ടില്ല. 1 സെൻറ്റ് ഭൂമി ഇതുവരെ എടുത്തിട്ടില്ല. അങ്കമാലി ബൈപ്പാസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗിഫ്റ്റ് സിറ്റിക്ക് 850 കോടി അനുവദിച്ചു എന്ന് പറയുന്നത് പോലെ നമ്മുടെ അങ്കമാലി ബൈപ്പാസിനും 275 കോടി അനുവദിച്ചിട്ടുണ്ട്. പറയുമ്പോൾ കേൾക്കാൻ നല്ല സുഖമാണ്. പക്ഷേ 1 സെൻറ്റ് ഭൂമി എടുക്കാനോ ആ പണം ഭൂവുടമകൾക്ക് കൊടുക്കാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ ഞാനീ പറഞ്ഞത് അങ്കമാലിയുമായി ബന്ധപ്പെട്ട് മാത്രം, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. ഇപ്പോൾ സീപോർട്ട് എയർപോർട്ട് റോഡ് എത്രയോ വർഷമായി പറയുന്നു. സീപോർട്ട് എയർപോർട്ട് റോഡിന് 450 കോടി രൂപ അനുവദിച്ചു. സീപോർട്ട് എയർപോർട്ട് റോഡ് വന്നോ? ഇല്ലല്ലോ. ഇത് ഞാൻ എന്നിട്ടൊരു പരിശോധന നടത്തി. ഇതിനകത്ത് വേറെ ഇപ്പോൾ അങ്കമാലി ബൈപ്പാസ് ഉദാഹരണത്തിന്, അങ്കമാലി ബൈപ്പാസിനോടൊപ്പം തന്നെ 2016 ബഡ്ജറ്റിൽ ഏകദേശം 15 ബൈപ്പാസുകൾ പ്രഖ്യാപിച്ചിരുന്നു. കേരളത്തിൽ 15ഓളം ബൈപ്പാസുകൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചാണ് കിഫ്ബി വഴി നടത്താൻ വേണ്ടിയിട്ട്. ആ 15ൽ ഒന്നുപോലും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പ്രഖ്യാപനങ്ങൾ കുറേ ഉണ്ട്. പക്ഷേ നമ്മൾ പറയില്ലേ, പത്രത്തിലുണ്ട് പാത്രത്തിലില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ അത് ഇപ്പം നമുക്കൊക്കെ അത് അനുഭവിക്കേണ്ടി വന്നു. ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ പല കാര്യങ്ങളിലും നമുക്ക് അത് കോൺസ്റ്റിറ്റ്യുവൻസിയെ സംബന്ധിച്ച് നമുക്കത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഭരണപക്ഷത്തിന് ഒരു നീതി, പ്രതിപക്ഷത്തിന് ഒരു നീതി എന്ന് ഞാൻ നേരത്തെ പോലീസ് കേസുകളുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിലുമൊക്കെ അങ്ങനെ ഒരു വിവേചനമുണ്ട്. പക്ഷേ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെയൊക്കെ കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റൊക്കെ കൈ അയച്ച് എല്ലാ MLA മാർക്കും ഇഷ്ടംപോലെ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതുണ്ടാവുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം. 2016 ആദ്യമായി റോജി അങ്കമാലി മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ താങ്കളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു അങ്കമാലി ബൈപ്പാസ്. എന്നാൽ ഇതുവരെയും അതിനുവേണ്ടി ഒരു നടപടിയും ആരംഭിച്ചിട്ടില്ല എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. എന്താണ് അതിന് തടസ്സമായി നിൽക്കുന്നത്? അങ്കമാലി ബൈപ്പാസ് മാത്രമല്ല, നമുക്ക് അങ്കമാലി കുണ്ടന്നൂർ ബൈപ്പാസും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കേരളത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ഖജനാവിലേക്ക് ഏറ്റവും കൂടുതൽ പണം കൊടുക്കുന്ന, നികുതി കൊടുക്കുന്ന ഒരു ജില്ലയാണ്. കേരളത്തിൻ്റെ വ്യവസായ കേന്ദ്രമാണ്.
ഈ വ്യവസായ കേന്ദ്രത്തിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അങ്കമാലിയിൽ നിന്ന് നിങ്ങൾ എറണാകുളത്തേക്ക് യാത്ര ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് അങ്കമാലി കുണ്ടന്നൂർ യാഥാർത്ഥ്യമാവണം, അങ്കമാലി ബൈപ്പാസ് യാഥാർത്ഥ്യമാവണം, സീപോർട്ട് എയർപോർട്ട് റോഡ് യാഥാർത്ഥ്യമാവണം. ഇതൊക്കെ ഇങ്ങനെ അഴിഞ്ഞു നീങ്ങുകയാണ് വർഷങ്ങളായിട്ട്. പറയുമ്പോൾ എല്ലാം കിഫ്ബി പ്രഖ്യാപിച്ചതുകൊണ്ടായില്ല. അത് ആളുകൾക്ക് പണം കൊടുത്ത് ഭൂമി ഏറ്റെടുത്ത് അവിടെ നിർമ്മാണം നടക്കണം. ഇവിടെ ഒന്നും ഇത് നടന്നിട്ടില്ല. ആളുകൾക്ക് പണം കൊടുക്കാൻ ഇതുവരെ സാധിച്ചു, ഏറ്റെടുക്കലുണ്ടായിട്ടില്ല. ഏറ്റെടുക്കൽ കഴിഞ്ഞിട്ടാണല്ലോ നിർമ്മാണത്തിലേക്ക് കിടക്കുന്നത്. അപ്പോൾ അതുണ്ടായിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഗവൺമെൻറ് കുറേ കൂടി പ്രൊആക്റ്റീവ് ആവണം. അതിലുണ്ടാകുന്ന ഡിലേ എന്ന് പറയുന്നത് ജനങ്ങളെയാണ് ബാധിക്കുന്നത്. അപ്പോൾ UDF ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാവും. ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോ, എറണാകുളം ജില്ലയിൽ ഇപ്പം നമ്മളിവിടെ അങ്കമാലിയിൽ നമ്മൾ നിന്ന് സംസാരിക്കുമ്പോൾ എറണാകുളം ജില്ലയിൽ എടുത്തു പറയത്തക്ക നമ്മുടെ നമ്മുടെ ഒരു മേജർ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് എല്ലാം, എല്ലാ വികസന പ്രവർത്തനങ്ങളും UDFൻ്റെ കാലത്ത് നടന്നിട്ടുള്ളതാണ്. വിമാനത്താവളം ആയാലും സ്റ്റേഡിയം ആയാലും കൊച്ചി മെട്രോ ആയാലും ഇങ്ങനെ കളമശ്ശേരിയിലെ മെഡിക്കൽ കോളേജ് ആയാലും ഇതെല്ലാം വന്നത് UDF ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. അപ്പോൾ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അത്തരത്തിൽ എന്താണ് എറണാകുളത്ത് എടുത്തു പറയാനായിട്ടുള്ളത്? അതുപോലെ താങ്കളെക്കുറിച്ചൊരു പ്രചരണം ഉണ്ടായിരുന്നു കഴിഞ്ഞ അടുത്തിടെ. വയനാട് ടൗൺഷിപ്പിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് റോജി ജോൺ MLA ഒന്നും നൽകിയില്ല എന്ന് പറഞ്ഞൊരു പ്രചരണം നടക്കുകയുണ്ടായി. എന്തായിരുന്നു അതിലെ സത്യാവസ്ഥ? ഇതൊക്കെ സർക്കാർ ഇത്തരം കാര്യങ്ങളൊക്കെ അവരുടെ ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് തികച്ചും തെറ്റാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വലിയ പ്രചരണം നടന്നു സമൂഹ മാധ്യമങ്ങളിലൊക്കെ. ഇവിടെ അങ്കമാലിയിലെ സഖാക്കളൊക്കെ വലിയ ആഘോഷമായിരുന്നു ഫേസ്ബുക്കിലൊക്കെ, അപ്പോൾ സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഞാനിത് അന്നേ കൊടുത്തതാണ്. ഞങ്ങളൊക്കെ എല്ലാവരും കൊടുക്കാൻ തീരുമാനിച്ചു. 50,000 രൂപ വെച്ച് കൊടുക്കണം തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ 2024 തന്നെ 50,000 രൂപ ഞങ്ങളുടെയൊക്കെ അക്കൗണ്ട് ട്രഷറിയിലാണ്. ഞങ്ങളുടെ ശമ്പളം വരുന്നത്, സർക്കാർ ശമ്പളം വരുന്നത് ട്രഷറിയിലാണ്. ആ ട്രഷറി അക്കൗണ്ടിൽ നിന്ന് തന്നെ 50,000 രൂപ അന്ന് കൊടുത്തു. ഞാനത് അന്ന് എവിടെയും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. ഞാനത് എൻ്റെ കയ്യിൽ അന്ന് അതിൻ്റെ റെസീറ്റ് തമ്മിലുണ്ട്. എനിക്ക് വേണമെങ്കിൽ അന്ന് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും ഇടാം. ഞാനത് എവിടെ ഇട്ടില്ല, കാരണം അത് അങ്ങനെ ഇടേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയില്ല. അത് നമ്മുടെ ഒരു കടമ നമ്മൾ നിർവഹിച്ചു. അത് പ്രത്യേകിച്ച് ദുരന്തബാധിതരാണ്. ആ കാര്യം എവിടെയെങ്കിലും ഇട്ട് നമ്മളതൊരു പബ്ലിസിറ്റി ആക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ എൻ്റെ കടമ നിർവഹിച്ചു. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം വലിയ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനമായിരുന്നു, അങ്കമാലി MLA ഒന്നും കൊടുത്തില്ല എന്നും പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അന്നേരം അതിൻ്റെ റെസീറ്റ് ഞാൻ പുറത്തു വിടുന്നത്. അതുപോലെ തന്നെ അതിജീവനം പദ്ധതിയിലൂടെയും താങ്കൾ ഒരുപാട് വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊരു സ്ഥാനത്തിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇപ്പോൾ ഒരു MLA എന്ന നിലയിൽ ഇപ്പോൾ ആലുവ MLA ചെയ്യുന്നത് പോലെ വീട് വെച്ച് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ നമ്മളിവിടെ അതിജീവന പദ്ധതിയിൽ വീട് വെച്ച് കൊടുക്കണമെന്നോ ഒന്നും എവിടെയും പറയുന്നില്ല. പക്ഷേ നമുക്കത് അർഹരാണ്, നമ്മുടെ സഹായം ആവശ്യമുണ്ടെന്ന് തോന്നുന്നവർക്ക് നമ്മളാൽ പറ്റുന്ന രീതിയിൽ ചെയ്യാമെന്നുള്ളൊരു ശ്രമമാണ്. അത് നമ്മൾ ഇനിയും തുടരും. നമ്മൾ പല കാര്യങ്ങളും നമുക്ക് സർക്കാർ ഫണ്ട് കൂടാതെ നമ്മൾ ഇപ്പോൾ മറ്റ് പല മാർഗ്ഗങ്ങളിലൂടെയും നമ്മൾ നോക്കും. ഇപ്പോൾ ഞാൻ അങ്കമാലിയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് വേണ്ടി അവർക്ക് എന്തെങ്കിലും MLA ഫണ്ട് ഉപയോഗിച്ചോ സർക്കാർ ഫണ്ട് ഉപയോഗിച്ചോ കൊടുക്കാനായിട്ട് നമുക്ക് അനുമതിയില്ല. MLA ഫണ്ട് അങ്ങനെ വിനിയോഗിക്കാൻ പറ്റില്ല. MLA ഫണ്ട് വിനിയോഗിക്കുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൃത്യമായ ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഓട്ടോറിക്ഷ തൊഴിലാളികളെല്ലാം വിളിച്ച് അവർക്ക് മെഡിക്കൽ ക്യാമ്പും അവർക്ക് കണ്ണട ആവശ്യമുള്ള ഏതാണ്ട് 100-125 ആളുകൾക്ക് ടെസ്റ്റ് നടത്തിയപ്പോൾ കണ്ണട വേണമായിരുന്നു. അവർക്ക് സൗജന്യമായിട്ട് കണ്ണട കൊടുത്തു. അതുപോലെ ക്യാമ്പിന് വന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. മരുന്ന് കൊടുക്കാനുള്ള സംവിധാനം ചെയ്തു. ഇത് നമ്മൾ ചെയ്തത് CSR ഫണ്ടും മറ്റ് സ്പോൺസർഷിപ്പും ഒക്കെയാണ്. കാരണം സർക്കാർ ഫണ്ട് ഉപയോഗിച്ചിട്ടല്ല. അത് നമ്മൾ ആ സ്ഥാനത്തിരിക്കുമ്പോൾ നമ്മളിങ്ങനൊരു ആവശ്യമാണ്, നമ്മൾ ചെയ്യുന്നത് ജെന്യുവനാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അതിനെ സഹായിക്കാൻ ഒത്തിരി ആളുകൾ തയ്യാറായിട്ട് വരും. അപ്പോൾ ആ ഒരു ആ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ അത്തരമൊരു സൗകര്യം പ്രയോജനപ്പെടുത്തി നമ്മളത് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ നമ്മുടെ ഒരു കടമയുടെ ഭാഗമാണെന്ന് കരുതിക്കൊണ്ട് ചെയ്യുന്നതാണ്. നിയമസഭയിൽ പലവട്ടം റോജി വന്യജീവി ആക്രമണത്തിന് വേണ്ടി ശബ്ദമുയർത്തിയിട്ടുണ്ട്. അതിനിതുവരെയും ഒരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് അതിന് തടസ്സമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിൽ ഇത്രയധികമായിട്ട് വന്യജീവി ആക്രമണം ഉണ്ടായിക്കൊണ്ട് മലയോരം മുഴുവനും അരക്ഷിതാവസ്ഥയിലാണ്. അത് സംഭവിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഒരു 10 വർഷത്തിനായിട്ടുണ്ടായ ഒരു ഡെവലപ്മെൻറ്റായിരുന്നു. അത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് കേരളത്തിലെ ആനയെല്ലാം കൂടെ നാട്ടിലേക്ക് ഇറങ്ങിയെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം.
അത് വനത്തിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ അവിടെ എണ്ണം പെരുകിയതാവാം, പല കാരണങ്ങളുണ്ടാവാം. അങ്ങ് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ മലയോര മേഖലയിൽ വന്യജീവികളുടെ രൂക്ഷമായിട്ടുള്ള ആക്രമണം നടക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത്? ഒരു മാറിയ സാഹചര്യമാണിത്, പണ്ടില്ലാത്ത ഒരു അവസ്ഥയാണിത്. ഇപ്പോൾ നമുക്ക് കേട്ടുകേൾവി പോലും ഉണ്ടായിരുന്നില്ല. പണ്ടൊക്കെ അയ്യമ്പുഴയുടെ ഏതെങ്കിലും അറ്റത്തൊരു ആന ഇറങ്ങിയാൽ ഇറങ്ങി എന്നുള്ളതായിരുന്നു. ഇപ്പോൾ നമുക്ക് അയ്യമ്പുഴയിലുണ്ട്, മുക്കന്നൂരുണ്ട്, ഏഴാറ്റുമുഖത്തുണ്ട്, മലയാറ്റൂരുണ്ട്, കാട്ടുപന്നിയൊക്കെ എല്ലാ പഞ്ചായത്തുകളിലും ഒക്കെ വരുന്ന അവസ്ഥയിലുണ്ട്. ഈ സാഹചര്യം മാറി മൃഗങ്ങൾ മുഴുവൻ നാട്ടിലേക്ക് ഇറങ്ങുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത്? ആ സാഹചര്യം മനസ്സിലാക്കി അവിടെ കൂടുതൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്യണം. ഇപ്പോൾ പണ്ട് ഇത്രയായിരുന്നു അലോക്കേറ്റ് ചെയ്തിരുന്നത്. വനത്തിനോ അല്ലെങ്കിൽ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് പരിഹരിക്കാൻ അന്ന് ഇത്ര രൂപയായിരുന്നു അനുവദിച്ചിരുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അന്നത്തെ സാഹചര്യമല്ല ഇന്നിപ്പോൾ സാഹചര്യം മാറി മൃഗങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവിടെ ഫെൻസിങ് വേണ്ടിടത്ത് ഫെൻസിങ് വേണം, ഡ്രഞ്ച് വേണ്ടിടത്ത് ഡ്രഞ്ച് വേണം. ഇപ്പോൾ ആനമതിൽ നിർമ്മിക്കേണ്ടിടത്ത് ആനമതിൽ നിർമ്മിക്കണം. അങ്ങനെയുള്ള സംവിധാനങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ഇതിനെ പ്രതിരോധിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഗവൺമെൻറ് അവിടെ ഒന്നും ഫണ്ട് ചെലവഴിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. അതിരാവിലെ മുതൽ ആരംഭിക്കുന്ന തിരക്കുകൾ, നിരവധി ചടങ്ങുകൾ, നിരവധി ഒഫീഷ്യലായിട്ടുള്ള മീറ്റിങ്ങുകൾ, മറ്റു നാട്ടിലെ ആഘോഷങ്ങൾ, എല്ലായിടത്തും റോജിയുടെ ഒരു പ്രസൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ അതിരാവിലെ കാണുന്ന അതേ പ്രസരിപ്പോടുകൂടി തന്നെയാണ് താങ്കളെ ഏറ്റവും അവസാനം ഒരു ദിവസത്തിൻ്റെ അന്ത്യത്തിലുള്ള ഒരു പൊതുപരിപാടിയിൽ കാണുമ്പോഴും കാണാൻ കഴിയുക. എങ്ങനെയാണ് ഈ ഒരു പ്രസരിപ്പ് എപ്പോഴും സന്തോഷവാനായി കാണപ്പെടുന്നത്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇതാണ് റോജി എം ജോൺ. അല്ലാണ്ട് ഇതിനപ്പുറത്തേക്ക് വേറൊരു ഇതൊന്നുമില്ല. അപ്പോൾ ഞാൻ പൊതുവേ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നെഗറ്റിവിറ്റി ഒട്ടും ഇഷ്ടമല്ല. ആളുകൾ കുറ്റം പറഞ്ഞ് നമ്മുടെ അടുത്ത് വരുന്നതൊന്നും എനിക്കധികം പൊതുവേ ഇഷ്ടമല്ല. പിന്നെ ചിലർ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയും. ഇനി നമ്മുടെ അടുത്ത് കുറ്റം പറയുന്നോ, എനിക്കിരുന്ന ആരുടെയിലൊക്കെ കുറ്റം പറയുന്നതോ, അല്ലെങ്കിൽ അങ്ങനെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊന്നും എനിക്ക് പൊതുവേ ഞാനത് എൻജോയ് ചെയ്യാറില്ല. ഞാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ മാറിപ്പോകും, അല്ലെങ്കിൽ മിണ്ടാതിരിക്കും. മാക്സിമം നമ്മൾ പോസിറ്റീവ് എനർജി നമ്മുടെ you surround yourself with positive energy as much as possible. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ മനസ്സിന് സുഖം തരുന്ന, നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചിന്തിക്കുക, പ്രവർത്തിക്കുക, അത്തരത്തിലുള്ള എനർജി നമ്മൾ സറൗണ്ട് ചെയ്യുക. അപ്പം നമുക്ക് ദിവസം മുഴുവനും നമുക്ക് കൂളായിട്ടിരിക്കാൻ പറ്റും, പ്ലസൻ്റ് ആയിട്ടിരിക്കാൻ പറ്റും. പിന്നെ എനിക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിരിക്കാം, ഞാൻ പൊതുവേ അങ്ങനെ ടെൻഷനൊന്നും അടിക്കാറില്ല. ഇനി എത്ര വലിയ സംഭവം ഉണ്ടായാലും, എന്താ പറയുന്നത്, എത്ര വലിയ പ്രതിസന്ധി വന്നാലും ഞാൻ പൊതുവേ കൂളായിട്ടാണ് ഇരിക്കാറ്. കാരണം നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പൊതുവേ ഞാൻ റിലാക്സ്ഡ് ആണ്. അപ്പോൾ അതൊരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു റിലാക്സ് ആയിട്ടിരിക്കുന്നതുകൊണ്ടായിരിക്കാം നമ്മളെ കാണുമ്പോൾ നമ്മളെപ്പോഴും പ്ലസൻ്റ് ആയിട്ടിരിക്കുന്നതായിട്ട് ആളുകൾക്ക് തോന്നുന്നത്. റോജിയുടെ പേര് പറഞ്ഞ് കേൾക്കുമ്പോൾ മുതൽ തന്നെ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, രാഹുൽ ഗാന്ധിയുടെ സുഹൃത്താണ്, വളരെ അടുത്തയാളാണെന്നെല്ലാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് താങ്കളുടെ കൺവെൻഷൻ നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി ആയിരുന്നു അന്ന് വന്നിരുന്നത്. അന്ന് കൺവെൻഷനിൽ വന്നപ്പോൾ രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി, UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ റോജി എം ജോൺ ഒരു മന്ത്രിയാകുമെന്ന്. ഇത്തവണയും അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അങ്കമാലിക്കൊരു മന്ത്രിയെ ലഭിക്കും റോജിയിലൂടെ എന്നാണ് ഒരു പ്രതീക്ഷ. അല്ല, സ്വാഭാവികമായിട്ടും നിങ്ങൾക്കത് ആഗ്രഹിക്കാം. പക്ഷെ ഞാനതിനെ കാണുന്നത്, ഞാൻ പറഞ്ഞല്ലോ, എന്നോട് പലരും ഇത് പറയാറുണ്ട്, നമുക്കൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, UDF അധികാരത്തിൽ വരണം. നമുക്ക് 10 വർഷമായി നമ്മൾ പ്രതിപക്ഷത്തിരിക്കുന്നു, അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് UDF അധികാരത്തിൽ വരണം എന്നൊരൊറ്റ ആഗ്രഹം മാത്രമേ ഞങ്ങൾക്കൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് മന്ത്രിയൊക്കെ ആയിക്കോട്ടെ, അത്തരം ചിന്തകളൊന്നും നമ്മുടെ മനസ്സിൽ ഇപ്പോഴില്ല. ഗവൺമെൻറ് വരിക എന്നുള്ളൊരൊറ്റ ലക്ഷ്യത്തിലാണ് ഞങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ വളരെ സന്തോഷം, ഇത്രയും തിരക്കിനിടയിലും ഈ സമയം ഞങ്ങൾക്ക് വേണ്ടി വന്നതിന് ഒരുപാട് നന്ദി. താങ്കളുടെ വ്യക്തിജീവിതത്തിനും പൊതുപ്രവർത്തന രംഗത്തും എല്ലാ നന്മകളും നേരുന്നു. ഒപ്പം ഈ തെരഞ്ഞെടുപ്പിന് എല്ലാ വിജയാശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.